വഴിക്കിറങ്ങുമ്പോ ഈ നശിച്ച ചിത്രം കണ്ടോണ്ടാണ് ഇറങ്ങേണ്ടേ. ഇത് ഇവിടെ നിന്നെടുത്ത് മാറ്റാറായില്ലടി. രാജു, രാജു. എന്താ മാഡം? ദേ, എന്റെ മകൻ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ അമ്മയും മകനുമാണ്. അവന്റെ പിൻബലത്തിൽ നീ ഒരുപാട് കളിക്കാൻ നിൽക്കരുത്. നീ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലായോ? ആ ഫോട്ടോ എടുത്ത് മാറ്റ്. അയ്യോ മാഡം, സൂര്യ സാറ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എടുത്തോണ്ട് പോയി വെട്ടിക്കൊരു തീയിലിട്ടോണം, കേട്ടല്ലോ? എടുക്ക്. എടുക്ക. കൈ ഞാൻ വെട്ടും. അപ്പൊ കൈ വെട്ടുവന്നു. ഞാൻ ചുമരിൽ വെച്ച ഫോട്ടോ ഏതെങ്കിലും ഒരാൾ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നവന്റെ കൈ ഞാൻ വിട്ടു. എടുക്കാൻ പറയുന്നവന്റെ നാവും. നിന്നോട് എടുത്ത് മാറ്റാനല്ലേ പറഞ്ഞേ? ചിലപ്പോ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ ഫോട്ടോ എടുത്ത് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ സംഭവിച്ച ഈ വീടിന്റെ മുക്കും മൂലയിലും ഇതേ ഫോട്ടോ കൊണ്ട് ഞാൻ നിറയ്ക്കും. ആരെവിടെ തിരിഞ്ഞാലും ഈ ഫോട്ടോ കൊണ്ട് ഞാൻ നിറയ്ക്കും. എനിക്ക് മനസ്സിലായോ? എന്റെ വിവാഹ ഫോട്ടോ, ഞാനും എന്റെ ഭാര്യ ഒന്നിച്ചുള്ള ഫോട്ടോ ഈ വീടിനകത്ത് എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ണടച്ചോ കണ്ണു കെട്ടിയോ നടക്കാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവൾക്ക് വേണ്ടി, ദേ, ഈ നിൽക്കുന്ന വേസ്റ്റിന് വേണ്ടി നിരന്തരമായി നീ എന്നെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക. ഓ, ഇനി ഒരിക്കലെങ്കിലും എന്റെ മുന്നിൽ വെച്ച് നന്ദിനി വേസ്റ്റ് എന്ന് വിളിച്ചാൽ എന്റെ പ്രതികരണം ഇതുപോലൊന്നും ആയിരിക്കില്ല. ഷീസ് മൈ വൈഫ്. എന്റെ കാര്യങ്ങളിൽ സകല അധികാരങ്ങളുള്ള എന്റെ ഭാര്യ. സോ അമ്മയായാലും അമ്മൂമ്മയായാലും റെസ്പെക്ട് വേണം എനിക്ക്. അതില്ലാണ്ടായാൽ അതുണ്ടാക്കാനുള്ള വഴി എനിക്ക് നോക്കേണ്ടി വരും. എന്താണ് വായും പിടിച്ച് നോക്കിയിരിക്കുന്നത്? കേറിപ്പോ. ഞാൻ പോണോ? ഏതാവടങ്ങി വെറുതെ ബഹളം ഉണ്ടാക്കിയപ്പോ സമാധാനം കിട്ടിയോ? കുറച്ച്. പക്ഷേ ഞാൻ കരുതിയതേ അമ്മ തമ്പുരാണ്ട് കുറച്ച് ഇളകുന്ന. പക്ഷെ അത് മിസ്സായിപ്പോയി. ആ, കുഴപ്പമില്ല, നമുക്കേ അടുത്ത തവണ നോക്കാം. അതെ, പത്മാമേടത്തിന്റെ കൽപ്പനകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് കേട്ടിട്ട് എന്റെ ഫോട്ടോയ്ക്ക് നേരെ എങ്ങനെ കൈ നീട്ടിയ കൈ വെട്ടൂന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ, വെട്ടൂന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടിയിരിക്കും. ഞാനിനി തൊടൂല്ല. അപ്പൊ എല്ലാവരും പണി നടക്കട്ടെ 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 നടക്കട്ടെ. നന്ദിനി, ചക്കരെ, ഇതൊക്കെ ചേട്ടൻ്റെ ഒരു ഗെയിമാ. പണി നടക്കട്ടെ പണി നടക്കട്ടെ. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഫോട്ടോ സൂപ്പർ കേട്ടാ. അല്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ. എന്തോ ഒരു ആപത്തിന്, അതിലൊരു സംശയവുമില്ല.
അവളോട് പറഞ്ഞില്ലേ ഞങ്ങൾ വിളിക്കുന്നു? ഇപ്പൊ വരാന്ന് പറഞ്ഞു മാഡം. മാഡം, ഞാൻ കുറെ തവണ അവളോട് ചോദിച്ചു, പക്ഷെ അവൾ ഒരൊറ്റ അക്ഷരം വാതുറന്ന് പറയുന്നില്ല. ഇതവള് സൂര്യസാറിനെ കൊണ്ട് കരുതി കൂട്ടി പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് അതില് വിരോധം ഉണ്ടായിട്ട് പറയുമല്ലേ, പക്ഷേ പത്മ മാഡത്തിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കണോ? പിന്നെ ഹാളിൽ പടം വെക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് ഇന്ദ്രജ മാഡത്തിന്റെ കല്യാണ ഫോട്ടോ അവിടെ വെക്കണ്ടേ? ഞാൻ ഇവിടുത്തെ ചോറാ തിന്നുന്നേ, അതിന്റെ കൂറ് ഞാൻ കാണിക്കണ്ടേ? എന്താ മാഡം വിളിച്ചേ? വിളിച്ച കാര്യം എന്താന്ന് നിനക്കറിയില്ലേ? പറഞ്ഞാലല്ലേ അറിയൂ. ചേച്ചി, അവളുടെ അഹങ്കാരം കണ്ടോ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഇപ്പൊ നമ്മളെ ചോദ്യം ചെയ്യാനും ഒരു മടിയുമില്ല. ഞാൻ എന്ത് ചോദ്യം ചെയ്തു എന്നാ? എന്നെ വിളിച്ചെന്തിനെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. മതിയടി, നിർത്ത്. ഈ വീടിന്റെ ചുമരില് നിന്റെ സൂര്യയുടെയും ഫോട്ടോ ഇരിക്കണം എന്നുള്ളത് ആരുടെ ആഗ്രഹമായിരുന്നു? നിന്റെയോ അവന്റെയോ? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എങ്കി പിന്നെ അത് നീ എടുത്ത് കളയാത്തതെന്താ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് നിനക്കെടുത്ത് കളയാലോ. നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലല്ലോ, നിങ്ങൾക്കെടുത്ത് കളഞ്ഞൂടെ? ഞാൻ എടുത്ത് കളയാൻ നോക്കിയാ സൂര്യ സാറ് പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം വലുതാവും. അവസാനം ഞാൻ മാത്രം കുറ്റക്കാരിയാവും. നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലേ, നിങ്ങൾ ചെയ്യുമ്പോ ഒരു വേലക്കാരി ചെയ്യുന്ന പോലെ ആവില്ലല്ലോ. എനിക്കിങ്ങനെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നത് നാണക്കേടായിട്ടാ തോന്നുന്നത്. പറ്റുവാണെങ്കിൽ അതൊന്ന് എടുത്തു കളഞ്ഞ് എന്നെ സഹായിക്കുക. നീ ബുദ്ധിമതിയ. ആരതിയുടെ കൂടെ പ്ലാൻ ചെയ്ത് അമ്പലത്തിൽ പോവാ, ആ അമ്പലത്തിൽ വെച്ച് അതിലും മികച്ച പ്ലാനിങ്ങോട് കൂടി ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ മമ്മിയോടുള്ള വെല്ലുവിളിയായിട്ട് ചുമരിക്കൊണ്ടുവന്ന് വെക്കുക. മിടുക്കിയാണല്ലോടി നീ. ഇതൊക്കെ ചെയ്തൊരു മിടുക്കൻ അവിടെ മുറിയിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ആങ്ങള. പോയി ചോദിക്കാത്തതെന്താ? ബഹളം വെക്കാത്തതെന്താ? ഇടി, ഞാൻ ഒരു ഗതിയില്ലാത്തൊരു പെണ്ണ. ഒന്ന് ഉറക്കെ സംസാരിക്കാനുള്ള അവകാശം പോലും എനിക്ക് ഈ വീട്ടിലില്ല. അത് നന്നായി മനസ്സിലാക്കി തന്നെയാ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന വിഷയത്തിലേക്ക് എന്നെ വലിച്ചിടരുത്, അതെന്റെ അപേക്ഷയാണ്. അപ്പോ ഈ സംഭവിച്ചതിലൊന്നും നിനക്ക് ഒരു പങ്കുമില്ല അല്ലേ? എന്റെ മനസ്സിൽ തൊട്ട് ഞാൻ പറയാ, എനിക്ക് ഒരു പങ്കുമില്ല. അത് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കണ്ടോ കണ്ടോ, അവൾക്ക് പറയാനുള്ളത് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. അപ്പോ നിങ്ങൾക്കൊക്കെ അവൾ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, എന്നാ ഞാനങ്ങോട്ട്. അവൾ ഈ കാര്യത്തിൽ സിൻസിയർ ആണെന്നാ തോന്നുന്നേ. ചേച്ചി ഇപ്പൊ അങ്ങോട്ട് മറിഞ്ഞോ? എന്റെ പൊന്നു ചേച്ചി, ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ മമ്മിയെ നമ്മൾ ഭ്രാന്ത് പിടിച്ച നിലയിൽ കാണേണ്ടി വരും. മമ്മി സൂര്യൻ തമ്മിലുള്ള തർക്കത്തില് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? മിണ്ടാതിരിക്കല്ലേ? ഇത്തവണ അത് തന്നെ ചെയ്താ മതി. തമ്മിലടിക്കുന്നവര് തമ്മിലടിച്ചോട്ടെ. നമ്മൾ ഇടപെടുകയാണെങ്കിൽ ചാവുന്നതിന് തൊട്ടു മുൻപ്. അത് മതി.